ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരോമൽ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സ്റ്റോൺ മേസണറി, സിമെന്റ് എന്നീ ടോപ്പിക്കുകൾ ക്ലിയർ ചെയ്തു. ഇന്ന് നമ്മളിവിടെ പുതിയൊരു സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർസിയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാവൂ. അതായത് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ഗൈസ്, പഠിക്കുന്നത് ഗൗരവമായിട്ട് തന്നെ പഠിക്കുക. സോ ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഗൈസ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബിടെക് സിലബസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് കാണുവാൻ സാധിക്കും. നമുക്ക് അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന കൂടാതെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായും ഞങ്ങൾ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കണം. പിന്നെ ടൈപ്പ് ഓഫ് ലൈൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ലെറ്ററിംഗ് ആൻഡ് ഡയമെൻഷനിങ്, കോണിക് സെക്ഷൻ, മിസ്ലേനിയസ് കർവ്സ്, പ്രൊജക്ഷൻസ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഡ്രോയിങ് ബോർഡ്, ടി സ്ക്വയർ, സെറ്റ് സ്ക്വയേഴ്സ്, പെൻസിൽ, ഡ്രാഫ്റ്റിംഗ് മെഷീൻ, മിനി ഡ്രാഫ്റ്റർ, ഫ്രഞ്ച് കർവ്. ഇത് കൂടാതെ കുറച്ച് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ ഉണ്ട്, നമുക്കത് വരുന്ന വഴി പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ഡ്രോയിങ് ബോർഡ് നോക്കാം. സിവിൽ പഠിച്ച് നിങ്ങൾക്ക് ഡ്രോയിങ് ബോർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്ട്രിപ്പ്. കുറേ വുഡൻ സ്ട്രിപ്സ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് ബോർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സോക്കട്ട്. ഈച്ച് സ്ട്രിപ്സിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു കട്ടിനെയാണ് നമ്മൾ സോക്കട്ട് എന്ന് പറയുന്നത്. ദെൻ ബാറ്റൻ. ഈ സ്ട്രിപ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ബാറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും വുഡൻ മെറ്റീരിയൽ ആണ്. ദെൻ എബണി എഡ്ജ്, അതായത് വർക്കിംഗ് എഡ്ജ് ഓഫ് എ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നതാണ് ഈ എബണി എഡ്ജ്. ഇതുപോലെ തന്നെ വർക്കിംഗ് എഡ്ജ് ഓഫ് എ അലിഡൈഡ് നമ്മൾ സർവേയിങ്ങിൽ കണ്ടിട്ടുണ്ട്. വർക്കിംഗ് എഡ്ജ് ഓഫ് ആൻ അലിഡൈഡ് എന്ന് പറയുന്നത് ഫിഡൂഷ്യൽ എഡ്ജ് ആണ്. സോ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചിരുന്നാൽ PSCയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ഡ്രോയിങ് ബോർഡ് പ്രിപ്പയർ ചെയ്യുന്നത് വുഡൻ മെറ്റീരിയൽസ് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. മെയിനായിട്ട് 4 വുഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്: പൈൻ, ഫിർ, ഓക്ക്, ലിനോലിയം. ഈ ലിനോലിയം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്താണെന്ന് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ ലിനോലിയം. ഓക്കെ, അടുത്ത നമുക്ക് ഡ്രോയിങ് ഷീറ്റ് നോക്കാം. ട്രിംഡ് ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നതാണ്. A4, A3, A2, A1, A0 എന്ന് പറയുന്ന മെയിനായിട്ട് 5 സൈസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് A4ൻ്റെ സൈസ് നോക്കാം. 210/297 mm ആണ് A4ൻ്റെ സൈസ്. ദെൻ 297/420 mm. ഇത് പഠിക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ A4ൻ്റെ സൈസ് ഫിക്സ് ചെയ്യുക, 210/297. ദെൻ A3യുടെ സൈസ് എന്ന് പറയുന്നത് 297 നമ്മൾ ക്രോസ് ചെയ്തു. ദെൻ 210ൻ്റെ ഡബിൾ ആണ് 420. ഓക്കെ, അടുത്ത A2ൻ്റെ സൈസ് എന്ന് പറയുന്നത് 420/297ൻ്റെ ഡബിൾ, അതായത് 594. അടുത്ത A1ൻ്റെ സൈസ് എന്ന് പറയുന്നത് 594/841. ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 420യുടെ ഡബിളിൻ്റെ കൂടെ ഒരു +1 കൂടെ വരും. ഓക്കെ, അടുത്തത് A0യുടെ സൈസ് എന്ന് പറയുന്നത് 841/1189. ഇവിടെയും സിമിലർ ആയിട്ടും 594ൻ്റെ ഡബിളിൻ്റെ കൂടെ ഒരു +1 വരും. അടുത്ത ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് എ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് 1.414:1 ആണ്. അതായത് √2:1 ആണ് ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ഇത് സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. പിന്നെ ഒന്നും കൂടെ നോട്ട് ചെയ്തോ, A0 ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 m² ആയിരിക്കും. പിന്നെ അങ്ങോട്ട് കയറും തോറും, അതായത് A1, A2, A3, A4 എന്ന് പറയുമ്പോൾ ഏരിയ പകുതിയായി കൊണ്ടിരിക്കും. അതായത് A1ൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.5 m² ആയിരിക്കും. അങ്ങനെ പഠിച്ചു വെച്ചോ. ഓക്കെ, അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ടി സ്ക്വയർ. മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ബ്ലേഡ് ആണ് ഫസ്റ്റ് പാർട്ട്, അതായത് അതിൻ്റെ ഹാൻഡിലിനെയാണ് നമ്മൾ ബ്ലേഡ് എന്ന് പറയുന്നത്.
ദെൻ വർക്കിംഗ് എഡ്ജ്, ദെൻ സ്റ്റോക്ക്. ഓക്കെ, അടുത്ത് നമുക്ക് സെറ്റ് സ്ക്വയർ നോക്കാം. സെറ്റ് സ്ക്വയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ഫോം ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് സ്ക്വയർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നു. അത് കണ്ടു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 15 ഡിഗ്രി മൾട്ടിപ്പിൾസ് ഫോം ചെയ്യിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, അടുത്ത ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ കോമ്പസ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും 3 കോമ്പസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ലാർജ് ബോ കോമ്പസ്, സെക്കൻഡ് വൺ സ്പ്രിംഗ് ബോ കോമ്പസ്, തേർഡ് വൺ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ലാർജ് ബോ കോമ്പസ് നോക്കാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. അപ് ടു 200 mm റേഡിയസ്, 200 mm റേഡിയസ് വരെയുള്ള സർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ ലാർജ് ബോ കോമ്പസ് യൂസ് ചെയ്യാറുള്ളത്. 200 mm കൂടുതലാവുമ്പോൾ നമ്മൾ ലെങ്തനിങ് ബാർ എന്ന് പറയുന്നൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അത് ചോദിച്ചു തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എബവ് 200 mm ലെങ്തനിങ് ബാർ ഈസ് യൂസ്ഡ്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് സ്പ്രിംഗ് ബോ കോമ്പസ്. അതായത് ചെറിയ റേഡിയസ് ഉള്ള 25 mm റേഡിയസ് വരെയുള്ള സർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ സ്പ്രിംഗ് ബോ കോമ്പസ് ഉപയോഗിക്കുന്നത്. വെൻ ലാർജ് നമ്പർ ഓഫ് സ്മോൾ സർക്കിൾ ഓഫ് സെയിം റേഡിയസ്. ഓക്കെ, ചെറിയ റേഡിയസ് ഉള്ള കുറേ നമ്പർ സർക്കിൾ വരയ്ക്കാനും നമ്മൾ സ്പ്രിംഗ് ബോ കോമ്പസ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്. ഓക്കെ, ഡ്രോയിങ് വെരി സ്മോൾ സർക്കിൾ, ചെറിയ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാനാണ് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഡിവൈഡർ. എല്ലാവർക്കും അറിയാവുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഡിവൈഡർ എന്ന് പറയുന്നത്. ഡിവൈഡിങ് കർവ്സ് ഓർ ലൈൻസ് ഇൻറ്റു എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്ട്. അതായത് ഒരു ലൈനിനെയോ ഒരു കർവിനെയോ ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് നമ്മൾ ഡിവൈഡർ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫറിങ് ഡയമെൻഷൻ ഫ്രം വൺ പാർട്ട് ഓഫ് ഡ്രോയിങ് ടു അനദർ. ഓക്കെ, അതായത് ഒരു പാർട്ടിലെ ഡയമെൻഷൻ നമ്മൾ ഈ ഡിവൈഡറിൽ എടുത്തു കഴിഞ്ഞിട്ട് അത് മറ്റൊരു പേപ്പറിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡിവൈഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, നമുക്ക് അടുത്ത ഡ്രോയിങ് പെൻസിൽ നോക്കാം. ഹെക്സഗണൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഡ്രോയിങ് പെൻസിൽ ഉണ്ടാവുക. ആർ ഗ്രേഡഡ് ആൻഡ് ഡെസിഗ്നേറ്റഡ് ബൈ ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ്. ഓക്കെ, ദർ ആർ 18 ഗ്രേഡ്സ് ഓഫ് പെൻസിൽസ്. H മുതൽ 9H വരെയും B മുതൽ 7B വരെയും, പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ട്രാൻസിഷനിൽ Fഉം HBയും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ ഹാർഡസ്റ്റ് പെൻസിൽ എന്ന് പറയുന്നത് 9Hഉം സോഫ്റ്റസ്റ്റ് പെൻസിൽ എന്ന് പറയുന്നത് 7Bയും ആയിരിക്കും. ഈ ട്രാൻസിഷൻ HB, B ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. HB പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കെച്ചിങ്ങിനാണ്. H യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈൻ, വിസിബിൾ ലൈൻ, ഫിനിഷിംഗ്, ഡയമെൻഷനിങ്, ലെറ്ററിംഗ്, ആരോസ് ഇവ വരയ്ക്കാൻ വേണ്ടിയാണ് H ഉപയോഗിക്കുന്നത്. 2H എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ, സെൻറ്റർ ലൈൻ, സെക്ഷൻ ലൈൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഷേപ്പ് ഓഫ് ഈച്ച് പെൻസിൽ നോക്കാം. ഓരോ പെൻസിലിൻ്റെയും ആ നിബിൻ്റെ ഷേപ്പ് അനുസരിച്ച് പല യൂസാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ കോണിക്കൽ. കോണിക്കൽ പോയിന്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ്, ഫ്രീ ഹാൻഡ് സ്കെച്ചസ്, ലെറ്ററിംഗ്, ഡയമെൻഷനിങ്. ഓക്കെ, ദെൻ ചിസൽ എഡ്ജ്. വെഡ്ജ് ഓർ ചിസൽ എഡ്ജ് ഓഫ് ലെഡ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻ. അടുത്തതാണ് ബിവൽ. ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ കോമ്പസ് ഡ്രോയിങ്. അതായത് കോമ്പസിലാണ് നമ്മൾ സർക്കിൾ വരയ്ക്കാനാണ് നമ്മൾ ബിവൽ എഡ്ജ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സിലിണ്ട്രിക്കൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷെയ്ഡിങ് പർപ്പസിനാണ് നമ്മൾ സിലിണ്ട്രിക്കൽ പോയിന്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇറേസിംഗ് ഷീൽഡ്. അതായത് യൂസ്ഡ് ടു ഇറേസ് എ പർട്ടിക്കുലർ സ്പോട്ട് ഓർ ലൈൻ വിത്തൗട്ട് ഇറേസിംഗ് നിയർ ബൈ ലൈൻ. അടുത്തുള്ള ലൈൻസ് ഒന്നും ടച്ച് ചെയ്യാതെ പർട്ടിക്കുലർ പോയിന്റ് ഇറേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇറേസിംഗ് ഷീൽഡ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ഓർ മെറ്റൽ ഷീറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആകാം അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ് ആകാം. അടുത്തതാണ് ഫ്രഞ്ച് കർവ്. യൂസ്ഡ് ടു ഡ്രോ നോൺ സർക്കുലർ കർവ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇറഗുലർ അല്ലെങ്കിൽ നോൺ സർക്കുലർ കർവ് വരയ്ക്കാനാണ് നമ്മൾ ഈ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡ്രാഫ്റ്റിംഗ് മെഷീൻ. പേര് കേൾക്കുമ്പോൾ വലിയ മെഷീനായിട്ടൊക്കെ തോന്നുന്നെങ്കിലും സിമ്പിളാണ്. അതായത് മിനി ഡ്രാഫ്റ്ററിൻ്റെ ഒരു വലിയ വെർഷനാണ് ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് T സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ ആൻഡ് സ്കെയിൽസ്. യൂസ്ഡ് ബൈ പ്രൊഫഷണൽ ഡ്രാഫ്റ്റ്മെൻ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് മിനി ഡ്രാഫ്റ്ററാണ്. പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് മിനി ഡ്രാഫ്റ്റർ. ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് വെർഷൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ. ഓക്കെ,
അങ്ങനെ നമ്മൾ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് കവർ ചെയ്തു. അടുത്തതാണ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡഡ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഗ്രാഫിക്സിൽ നമ്മൾ ഡിഫറൻറ്റ് സ്കെയിൽസ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് രീതിയിലാണ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, M1 ആൻഡ് M2. M1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1:1 ആൻഡ് 1:2 സ്കെയിലിനെയാണ്. M2 എന്ന് പറയുന്നത് 1:2.5 ആൻഡ് 1:5. M3 എന്ന് പറയുന്നത് 1:10 ആൻഡ് 1:20. M4 എന്ന് പറയുന്നത് 1:50 ആൻഡ് 1:100. M5 എന്ന് പറയുന്നത് 1:200 ആൻഡ് 1:500. M6 1:300 ആൻഡ് 1:600. M7 1:400 ആൻഡ് 1:800. M8 എന്ന് പറയുന്നത് 1:1000 ആൻഡ് 1:2000. ഇതിൽ M1 M2 ഒക്കെ സ്ഥിരം റിപ്പീറ്റ് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതായത് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഓടിച്ച് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, തിയറി കേട്ട് ബോറടിച്ച സ്ഥിതിക്ക് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തിയറിയിലോട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 15 ഡിഗ്രി ആർ കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് ഓപ്ഷൻ എ പ്രൊട്രാക്ടർ, ഓപ്ഷൻ ബി ടി സ്ക്വയർ, ഓപ്ഷൻ സി സെറ്റ് സ്ക്വയർ, ഓപ്ഷൻ ഡി കോമ്പസ്. നമ്മൾ പറഞ്ഞതാണ്, സെറ്റ് സ്ക്വയർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. സോ ആൻസർ ഓപ്ഷൻ സി സെറ്റ് സ്ക്വയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ ഡ്രോയിങ് ലാർജ് റേഡിയസ് സർക്കിൾ ദ അറ്റാച്ച്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻ കോമ്പസ് ഈസ് കോൾഡ് ഓപ്ഷൻ എ സ്ട്രെച്ചിങ് ബാർ, ഓപ്ഷൻ ബി ലെങ്തനിങ് ബാർ, ഓപ്ഷൻ സി എക്സ്ട്രാ സർക്കിൾ, ഓപ്ഷൻ ഡി ലോങ് ബാർ. നമുക്കിതിൻ്റെ ആൻസർ അറിയാം. അതായത് ലെങ്തനിങ് ബാർ ആണ് നമ്മൾ ലാർജ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി അറ്റാച്ച് ചെയ്യുന്ന, കോമ്പസിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ദ മെഷർമെൻറ്റ് ഫ്രം സ്കെയിൽ ടു ഡ്രോയിങ് ആർ ട്രാൻസ്ഫേർഡ് വിത്ത് ദ എയ്ഡ് ഓഫ് ഓപ്ഷൻ എ കോമ്പസ്, ഓപ്ഷൻ ബി ഡിവൈഡർ, ഓപ്ഷൻ സി മിനി ഡ്രാഫ്റ്റർ, ഓപ്ഷൻ ഡി ടി സ്ക്വയർ. അതായത് സ്കെയിലിൽ നിന്നും ഡ്രോയിങ്ങിലേക്ക് മെഷർമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഡിവൈഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർ ഡ്രോയിങ് തിൻ ലൈൻസ് ഓഫ് യൂണിഫോം തിക്നെസ് ദ പെൻസിൽ ഷുഡ് ബി ഷാർപ്പൻഡ് ഇൻ ദ ഫോം ഓഫ് ഓപ്ഷൻ എ കോണിക്കൽ, ഓപ്ഷൻ ബി ചിസൽ, ഓപ്ഷൻ സി ബിവൽ എഡ്ജ്, ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് എഡ്ജ്. ഈ ഓരോ ഷേപ്പും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് തിൻ ലൈൻ, സ്ട്രെയിറ്റ് തിൻ ലൈൻ വരയ്ക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിസൽ എഡ്ജാണ് നമ്മൾ തിൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഷേപ്പ്. ഓക്കെ. സോ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. അതായത് ഡയമെൻഷനിങ്. എന്താണ് ഡയമെൻഷനിങ്? അതായത് ഡയമെൻഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂമറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ഷേപ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡയമെൻഷനിങ് രണ്ടായിട്ട് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എലമെൻറ്റ്സ് ഇൻ ഡയമെൻഷനിങ്, സെക്കൻഡ് വൺ അറേഞ്ച്മെൻറ്റ്സ് ഇൻ ഡയമെൻഷനിങ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് നോക്കാം. അതായത് ഗ്രാഫിക്സിൽ ഡയമെൻഷനിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ആണ് ഞാൻ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പ്രൊജക്ഷൻ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തിൻ കണ്ടിന്യൂസ് ലൈനാണ്. ഓക്കെ, സ്ലൈറ്റ്ലി എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ഡയമെൻഷൻ ലൈൻ. അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാകും. ദെൻ ഡയമെൻഷൻ ലൈൻ, അതായത് ഈ ഡയമെൻഷൻ ലൈൻ റെപ്രസെൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ എക്സ്റ്റൻഷൻ ലൈൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ലൈൻ കൊടുക്കുന്നത്. ഈ ഡയമെൻഷൻ ലൈൻ യൂസ് ചെയ്യുന്നത് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഡയമെൻഷൻ, അതായത് ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് റെപ്രസെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡയമെൻഷൻ ലൈൻ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ലൈനും കണ്ടിന്യൂസ് തിൻ ലൈൻ ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ലീഡർ ലൈൻ എന്താണെന്ന് നോക്കാം. സിംപ്ലി ഇറ്റ് ഈസ് ദ കണക്ഷൻ റെപ്രസെൻറ്റ് ബിറ്റ്വീൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് ടെക്സ്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ക്യൂബ് എന്താണെന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് ഒരു ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഒരു ചരിഞ്ഞ ലൈനും ഒരു ഹൊറിസോണ്ടൽ ലൈനും, ഇതിനെയാണ് നമ്മൾ ലീഡർ ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ആരോ ഹെഡ്. നമുക്കറിയാം ആരോ എന്താണെന്ന്. ആ ആരോയുടെ ഹെഡ് അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്. അതായത് വിഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് പറയുന്നത് 1:3 ആയിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഇൻ ഡയമെൻഷനിങ് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ചെയിൻ ഡയമെൻഷനിങ്, സെക്കൻഡ് പാരലൽ ഡയമെൻഷനിങ്, തേർഡ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ്, ഫോർത്ത് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്, ഫിഫ്ത്ത് കമ്പൈൻഡ് ഡയമെൻഷനിങ്. ഓക്കെ, സോ നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്നൊരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി.
അതായത് ചെയിൻ ഡയമെൻഷനിങ്, പാരലൽ ഡയമെൻഷനിങ്, സൂപ്പർ ഇമ്പോസ്ഡ് ഡയമെൻഷനിങ്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ തന്ന് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, അടുത്തതാണ് കോർഡിനേറ്റ് സിസ്റ്റം. കോർഡിനേറ്റ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കോർഡിനേറ്റ് സിസ്റ്റം. ഇതും ഒരു ടൈപ്പ് ഓഫ് ഡയമെൻഷനിങ് ആണ്. നെക്സ്റ്റ് വൺ കമ്പൈൻഡ് ഡയമെൻഷനിങ്, കോമ്പിനേഷൻ ഓഫ് എനി ടു ഡയമെൻഷനിങ്. അതായത് മുന്നേ പറഞ്ഞ ഡയമെൻഷനിങ്ങിലെ ഏതെങ്കിലും രണ്ടെണ്ണം ചേർത്ത് ഡയമെൻഷൻ ചെയ്യുന്നതാണ് നമ്മൾ കമ്പൈൻഡ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഡയമെൻഷനിങ് കവർ ചെയ്തു. അടുത്ത നമുക്ക് ടൈപ്പ് ഓഫ് ലൈൻസ് ആൻഡ് ആപ്ലിക്കേഷൻ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻ ആണ് നമുക്കുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ടൈപ്സ് ഓഫ് ലൈൻ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് തിൻ ലൈൻ. ഇത് യൂസ് ചെയ്യുന്നത് ഡയമെൻഷൻ ലൈൻ, എക്സ്റ്റൻഷൻ ലൈൻ, കൺസ്ട്രക്ഷൻ ലൈൻ, ബോർഡർ ലൈൻ, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് തിക്ക് ലൈൻ. ഓക്കെ, വിസിബിൾ ഔട്ട്ലൈൻ, വിസിബിൾ എഡ്ജസിന് നമ്മൾ കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് തിൻ വിത്ത് ഫ്രീ ഹാൻഡ്. ഇറഗുലർ ഷേപ്പ്, അതായത് ഇറഗുലർ ബൗണ്ടറി ലൈൻ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് തിൻ വിത്ത് ഫ്രീ ഹാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് തിൻ വിത്ത് സിക്സാഗ്. ലോങ് ബ്രേക്ക് ലൈൻ യൂസ് ചെയ്യാനാണ് ഈ കണ്ടിന്യൂസ് തിൻ വിത്ത് സിക്സാഗ് ലൈൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ചെയിൻ തിൻ ലൈൻ. സെൻട്രൽ ലൈൻ, ലൈൻ ഓഫ് സിമെട്രി, ട്രാജക്ടറീസ്, ഇത് റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ചെയിൻ തിൻ ലൈൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡാഷ്ഡ് ലൈൻ, ഹിഡൻ ഔട്ട് ലൈൻ, ഹിഡൻ എഡ്ജസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ചെയിൻ തിൻ തിക്ക് അറ്റ് എൻഡ്. കട്ടിംഗ് പ്ലെയിൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയിൻ തിൻ തിക്ക് അറ്റ് എൻഡ് യൂസ് ചെയ്യുന്നത്, അതായത് എൻഡിൽ തിക്കായിരിക്കും. ഓക്കെ, സോ ഗൈസ്, ഗ്രാഫിക്സിൻ്റെ പകുതി പോർഷൻ കവർ ആയിരിക്കുകയാണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ലൈൻ യൂസ്ഡ് ടു ഷോ ദ മെഷർമെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ്. ഓപ്ഷൻ എ പോയിൻ്റർ ലൈൻ, ഓപ്ഷൻ ബി ലീഡർ ലൈൻ, ഓപ്ഷൻ സി ഡയമെൻഷൻ ലൈൻ, ഓപ്ഷൻ ഡി മെഷറിംഗ് ലൈൻ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതായത് മെഷർമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈൻ ഏതാണെന്നാണ്. ഓപ്ഷൻ സി ഡയമെൻഷൻ ലൈൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആർ യൂസ്ഡ് ടു ഡ്രോ. ഓപ്ഷൻ എ വിസിബിൾ എഡ്ജ്, ഓപ്ഷൻ ബി സെൻട്രൽ ലൈൻ, ഓപ്ഷൻ സി ഇൻവിസിബിൾ എഡ്ജ്, ഓപ്ഷൻ ഡി കട്ടിംഗ് പ്ലെയിൻ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്യുന്നത് വിസിബിൾ എഡ്ജ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സെവൻത് ക്വസ്റ്റ്യൻ, ദ കോഡ് യൂസ്ഡ് ഫോർ സ്റ്റഡി പർപ്പസ് ഫോർ സ്കൂൾ ആൻഡ് കോളേജ്. ഓപ്ഷൻ എ SP46, ഓപ്ഷൻ ബി SP19, ഓപ്ഷൻ സി SP16, ഓപ്ഷൻ ഡി SP26. ഇതിൻ്റെ ആൻസർ കാണാതെ പഠിച്ചു വെച്ചോ. ഓപ്ഷൻ എ SP46. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷനിങ് to be used only where the possible accumulation of tolerance does not endanger the functional requirement of part. Option A chain dimensioning, option B parallel dimensioning, option C superimposed dimensioning, option D none of the above. ഇതെന്ന് പറയുന്നത് ചെയിൻ ഡയമെൻഷനിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. പി.എ. വർഗീസിൻ്റെ ടെക്സ്റ്റ് നോക്കിയാൽ ഇതേ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ഇതും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഈ കഴിഞ്ഞ PSCക്ക് ചോദിച്ചതാണ്. നയൻത് ക്വസ്റ്റ്യൻ ഈസ് ദ ഡയമെൻഷനിങ് സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ ഫീച്ചർ ആൻഡ് ഷോൺ ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ കോമൺ ഫീച്ചേഴ്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ചെയിൻ ഡയമെൻഷനിങ്, ഓപ്ഷൻ ബി പാരലൽ ഡയമെൻഷനിങ്, ഓപ്ഷൻ സി സൂപ്പർ ഇമ്പോസ്ഡ് ഡയമെൻഷനിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. പാരലൽ ഡയമെൻഷനിങ്ങിൻ്റെ ഡെഫിനിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ ലീഡർ ലൈൻ ഈസ് യൂഷ്വലി. ഓപ്ഷൻ എ ആൻ ഇൻക്ലൈൻഡ് ലൈൻ വിത്ത് ഷോർട്ട് ഹൊറിസോണ്ടൽ ഷോൾഡർ, ഓപ്ഷൻ ബി ഇൻക്ലൈൻഡ് ചെയിൻ ലൈൻസ്, ഓപ്ഷൻ സി ഇൻക്ലൈൻഡ് ലൈൻ വിത്ത് സർക്കിൾ, ഓപ്ഷൻ ഡി ഇൻക്ലൈൻഡ് ലൈൻ വിത്ത് ആരോ. ലീഡർ ലൈൻ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇറ്റ് ഈസ് ആൻ ഇൻക്ലൈൻഡ് ലൈൻ വിത്ത് ഷോർട്ട് ഹൊറിസോണ്ടൽ ഷോൾഡർ. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ എക്സർസൈസ് ആണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് റെക്കമെൻഡഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഫോർ യൂസ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഈസ്. ഓപ്ഷൻ എ IS 9608-83, IS 9609-83, IS 9600-86, ഓപ്ഷൻ ഡി IS 9607-85. ഇതും ഈ അവസാനം കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ചതാണ്. ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ,
സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് August 2 ആയിരിക്കും. എസ്റ്റിമേഷൻ ആയിരിക്കും ക്ലാസ്. കൃഷ്ണപ്രിയ ആയിരിക്കും എടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.